ഇന്റീരിയറും എക്സ്റ്റീരിയറൊക്കെ ഒരുപോലെ അടിപൊളിയാക്കി ചെയ്ത ഒരു അടിപൊളി വീടിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക, ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീട് സംബന്ധമായ വിശേഷങ്ങൾ, പ്ലാനുകളൊക്കെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ. നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. വീടിൻ്റെ ആ ഒരു എലവേഷൻ നിങ്ങൾ നോക്കിയേ, അടിപൊളിയായിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാളിൽ അവിടെ ടെക്സ്ചർ വർക്ക്, അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു LED ലൈറ്റ്, പ്രൊഫൈൽ ലൈറ്റ് എല്ലാം നൽകിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വീടിൻ്റെ ഫ്രണ്ട് എലവേഷനെ നല്ല ഹൈലൈറ്റ് ചെയ്തെടുത്ത് കാണിക്കുന്നുണ്ട്. ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഭാഗത്ത് ജാളി വർക്കും പ്രൊഫൈൽ ലൈറ്റൊക്കെ നൽകിയിട്ട് ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട്. കയറി കഴിഞ്ഞാൽ ഇരിക്കാൻ 2 ചെയറുകൾ നൽകിയിട്ടുണ്ട്. നമുക്കിനി വീടിൻ്റെ അകത്തെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ കയറി വന്നു കഴിഞ്ഞാൽ നമുക്കിതാ ലിവിങ് ആണ് കേട്ടോ കാണാൻ കഴിഞ്ഞത്. ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും തിരിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് ചെറിയൊരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ സീലിങ്ങും അതുപോലെ വാളാണെങ്കിലും നമ്മളെ സെറ്റൊക്കെ ആണെങ്കിലും നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് അതുകൊണ്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ സീലിങ്ങിൽ കൊടുത്തിരിക്കുന്ന ഒരു വർക്കാണത്. ജിപ്സം സീലിംഗ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇതാണ് കേട്ടോ ലിവിങ്ങിൽ ആ വാളിൽ കൊടുത്തിരിക്കുന്ന വർക്ക്. ടെക്സ്ചറാണ്, അതിൽ ഗോൾഡ് ലൈന് നൽകിയിട്ടുണ്ട്. കൂടാതെ നമ്മൾ കണ്ട ആ ലിവിങ്ങിനെ ഡൈനിങ്ങിനെ തിരിക്കാൻ വേണ്ടിയിട്ട് നൽകിയിട്ടുള്ള ഒരു പാർട്ടീഷൻ്റെ വർക്കാണിത് കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഡൈനിങ് സ്പേസ് വരുന്നത്. ഈ ഒരു ഏരിയ ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ. സ്റ്റെയർ കേസിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് ഈ ഒരു ഡൈനിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. 6 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റിയിട്ടുള്ള ചെയർസും ടേബിളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിലുള്ള ഗ്ലാസ് അവിടെ ടോപ്പിൽ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു കോർണറിലായിട്ടാണ് വാഷിംഗ് യൂണിറ്റ് നൽകിയിട്ടുള്ളത്. നല്ല മിററും ലൈറ്റിങ്ങും അതുപോലെ ബാക്ക് വാളൊക്കെ നൽകിക്കൊണ്ട് വാഷിംഗ് യൂണിറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ഇവിടെ ഒരു ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂം, താഴെ ഒരു കിച്ചണ്, വർക്കിംഗ് കിച്ചൺ, ഇതൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം കേട്ടോ. നോർമലായ സീലിംഗ് LED ലൈറ്റൊക്കെ നൽകിയിട്ട് വാള് ഒന്ന് പെയിൻറ്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബെഡ്റൂമിൽ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വാർഡ്രോബ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് ടോയ്ലറ്റ് വരുന്നത് കേട്ടോ. വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. എന്തെങ്കിലും ഈ വീടിനെ കുറിച്ച് ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കുക. നമുക്കിനി ഇവിടുന്ന് നെക്സ്റ്റ് മുകളിലെ കാഴ്ചകളാണ് കാണാനുള്ളത്. സ്റ്റെയർ കേസ് ഇവിടെ GIയിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഹാൻഡ് റെയിൽ സ്റ്റെയർ കേസിൻ്റെ ഭാഗത്ത് ഡബിൾ ഹൈറ്റിലാണ് വന്നിരിക്കുന്നത്. അവിടുത്തെ ആ ഒരു നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ മുകളിൽ കയറി കഴിഞ്ഞാൽ കാണാം. സ്റ്റെയർ കേസിൻ്റെ ഈ ഒരു സൈഡിലായിട്ടും പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. വീഡിയോയിൽ കാണുന്നതിനേക്കാൾ വീട് നേരിട്ട് കാണാനാണ് ഭംഗി. താഴേക്ക് നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോഴുള്ളൊരു വ്യൂ ആണിത്. അതേപോലെ ഈ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ കാറ്റും വെളിച്ചത്തിനും വേണ്ട വലിയ വിൻഡോ നൽകിയിട്ടുണ്ട്. വിൻഡോയിൽ സീബ്ര ബ്ലിങ്ക് കർട്ടൻസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. കയറി കഴിയുമ്പോൾ നമുക്കിതാ അത്യാവശ്യം വലുപ്പമുള്ളൊരു ഹോളാണ്. സീലിങ്ങിലൊക്കെ നല്ല LED ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ 2 ബെഡ്റൂം ഉണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് കണ്ടുനോക്കാം. ഇതാണ് കേട്ടോ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. നല്ല ജിപ്സം സീലിങ്ങോട് കൂടിയിട്ട് അടിപൊളിയായിട്ട് ഈ ഒരു ബെഡ്റൂം ഒരുക്കിയിട്ടുണ്ട്. വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പെയിൻറ്റിങ് നൽകിയിട്ടുണ്ട് കേട്ടോ.
സീലിംഗ് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് ജിപ്സൺ സീലിംഗ്, അതിൽ പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഒരു വാർഡ്രോബ് വരുന്നുണ്ട് ഇതിൽ, അറ്റാച്ച്ഡ് ആണ് കേട്ടോ. നമുക്ക് അതുകൂടിയൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇനി നമുക്ക് ഇവിടുന്ന് സെക്കൻഡ് ബെഡ്റൂം കാണാം. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാലാണ് സെക്കൻഡ് ബെഡ്റൂം. ഇതും അത്യാവശ്യം നല്ല വലുപ്പത്തിൽ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വോളൊക്കെ എല്ലാ ബെഡ്റൂമിലും ഒരു ഡിഫറെൻറ്റ് കളറാണ് നൽകിയിട്ടുള്ളത്. സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്താണ് വാർഡ്രോബും ടോയ്ലറ്റും വരുന്നത് കേട്ടോ. ഇതും അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് മുകളിലെ കാഴ്ചകൾ. ഇനി നമുക്ക് ഇവിടുന്ന് ബാൽക്കണിയുടെ കാഴ്ചകൾ കൂടി കാണാനുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അതുകൂടി ഒന്ന് കണ്ടു നോക്കാം. ബാൽക്കണിയിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഫ്രണ്ടിലാ കണ്ടിട്ടുള്ള ആ ഒരു പ്രൊഫൈൽ ലൈറ്റിൻ്റെ ഒരു ഡിസൈനാണത്. അതേപോലെ റൗണ്ട് ഷേപ്പ് അവിടെ ഫ്രണ്ട് ഭാഗത്ത് കാണുന്ന ആ ഒരു ഡിസൈനാണത്. ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കൈവരി. ഇവിടെ വന്ന് നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇനി ഇവിടെ നിന്ന് നമുക്ക് കിച്ചണിൻ്റെ കാഴ്ചയാണ് കേട്ടോ കാണാനുള്ളത്. അടിപൊളിയായിട്ടുള്ള ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു വർക്കിംഗ് കിച്ചണും കൂടി വരുന്നുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു കിച്ചണിൽ ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്റ്റീവ് വെച്ചിട്ടുള്ളത് വോളാണ് കേട്ടോ. വോളിൽ നല്ല ഭംഗിയിൽ ഡിസൈനിൽ വരുന്ന ടൈലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അതൊന്ന് നോക്കി വെച്ചോളൂ. ഒരു പ്രത്യേക ഭംഗി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം മുകളിലും താഴെയൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. കണ്ടോ, ഓപ്പൺ ആയിട്ടും അല്ലാതെയൊക്കെ ക്ലോസ്ഡ് ആയിട്ടൊക്കെ ഉള്ള ഷെൽഫുകൾ നൽകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ മെയിൻ കിച്ചണിലെ കാഴ്ചകൾ. ഇവിടെ തന്നെ ഫ്രിഡ്ജും സ്റ്റൗവൊക്കെ വന്നിരിക്കണേ. ഇനി നമുക്ക് അവിടെ വർക്കിംഗ് കിച്ചണും കൂടി ഉണ്ട്, അതുകൂടി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് വർക്കിംഗ് കിച്ചണ്. ഇതിലാണ് വിറകടുപ്പൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വീടിൻ്റെ കാഴ്ചകൾ. വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ സംബന്ധമായ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ. നെക്സ്റ്റ് അടിപൊളി ഒരു വീടിൻ്റെ ഹോം ടൂറായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.